എറണാകുളം തൃപ്പൂണിത്തുറ നഗരസഭയിൽ അഡ്വക്കേറ്റ് പി.എൽ. ബാബു ബി.ജെ.പിയുടെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയാകും. രാധിക വർമ്മയാണ് വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി. കേവല ഭൂരിപക്ഷമില്ലെങ്കിലും ബി.ജെ.പിയാണ് തൃപ്പൂണിത്തുറയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി. കളമശ്ശേരി നഗരസഭയിൽ യു.ഡി.എഫിന്റെ ജമാൽ മണക്കാടൻ ചെയർമാൻ സ്ഥാനാർത്ഥിയാകും. വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിലെ ഷെറീന ഖമറുദ്ദീനെയും തീരുമാനിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ നഗരസഭയിൽ കോൺഗ്രസിൽ തർക്കം തുടരുകയാണ്. മൂസന ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. മൂസന, കളമശ്ശേരി നഗരസഭയിലും തൃപ്പൂണിത്തുറ നഗരസഭയിലും തീരുമാനമായിരിക്കുകയാണ്. പക്ഷേ മൂവാറ്റുപുഴ നഗരസഭയിൽ തർക്കം തുടരുകയാണ്. എങ്ങനെയാണ് തുടർന്നുള്ള നടപടികൾ അവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? നജ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃപ്പൂണിത്തുറ നഗരസഭയിൽ ആരാകണം ചെയർപേഴ്സൺ എന്നുള്ള കാര്യത്തിൽ തീരുമാനം ആയിട്ടുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ അഡ്വക്കേറ്റ് പി.എൽ. ബാബു തൃപ്പൂണിത്തുറ നഗരസഭ ചെയർപേഴ്സണാകും. രാധിക വർമ്മ വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായിട്ട് മത്സരരംഗത്തുണ്ടാകും. ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ്. നമുക്കറിയാം, ചരിത്രത്തിൽ ആദ്യമായാണ് തൃപ്പൂണിത്തുറ നഗരസഭ ഭരണം ബി.ജെ.പി പിടിച്ചെടുക്കുന്നത്. ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് എൻ.ഡി.എയുടെ വിജയം അവിടെ ഉള്ളത്. എൽ.ഡി.എഫിനെ അട്ടിമറിയിലൂടെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ വലിയ തർക്കങ്ങളില്ല. സൂചിപ്പിച്ചതുപോലെ തന്നെ മൂവാറ്റുപുഴ നഗരസഭയിൽ അതുപോലെ തന്നെ പെരുമ്പാവൂരും തീരുമാനമായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. യു.ഡി.എഫിന്റെ ആരാണ് ഈ ചെയർപേഴ്സൺ ആവുക എന്ന കാര്യത്തിൽ, അതായത് മൂവാറ്റുപുഴയിൽ ജോയ്സി മേരി ആന്റണി, ടി രജിത, ഹസം ബീഗം എന്നിവർ പരിഗണനയിലുണ്ട്. ഈ 3 പേരിൽ ആരാകണം എന്ന കാര്യത്തിലാണ് ഇനി ഒരു തീരുമാനം വരേണ്ടത്. ഈ എ.ഐ. ഗ്രൂപ്പ് ഇടപെടൽ, അതുപോലെ തന്നെ മറ്റ് ഓരോ ഏത് രീതിയിൽ പരിഗണിക്കുമെന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ചർച്ചകൾ വരുന്നുണ്ടെന്നാണെങ്കിലും ഉടനെ തന്നെ തീരുമാനം ഉണ്ടാകുന്നതിനെയാണ് മനസ്സിലാക്കുന്നത്. പെരുമ്പാവൂരിന്റെ കാര്യത്തിൽ യു.ഡി.എഫിന്റെ ജെസ്സി എ.ജി, ആനി മാപ്പിനും സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ഇവരിൽ ആരാകണം എന്ന കാര്യത്തിലാണ് തീരുമാനം ആവേണ്ടത്. ഇത് ജില്ലാ നേതൃത്വം ഉടൻ തന്നെ തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റിടങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ല. സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ യു.ഡി.എഫിന്റെ കെ.ജി. രാധാകൃഷ്ണൻ പ്രസിഡന്റ് ആകുമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ടേം വ്യവസ്ഥയാണ്. കളമശ്ശേരി നഗരസഭയിൽ യു.ഡി.എഫിന്റെ ജമാൽ മണക്കാടൻ ചെയർമാനാക്കാൻ തീരുമാനം നേരത്തെ ആയിരുന്നു. വൈസ് ചെയർപേഴ്സണായി മുസ്ലിം ലീഗിനാണ് സീറ്റ് നൽകിയിരിക്കുന്നത്. ഷെറീന ഖമറുദ്ദീനാണ് അവിടെ വൈസ് ചെയർപേഴ്സണായി തീരുമാനമായിരിക്കുന്നത്. ഏലൂർ നഗരസഭയിൽ എൽ.ഡി.എഫിന്റെ ലൈജി സജീവൻ ചെയർപേഴ്സണാകും. അതുപോലെ തന്നെ കോതമംഗലത്ത് യു.ഡി.എഫിന്റെ ഭാനുമതി രാജു ആയിരിക്കും ചെയർപേഴ്സൺ ആവാൻ സാധ്യത ഏറുന്നത്. എന്താണെങ്കിലും ഉടൻ തന്നെ അക്കാര്യത്തിൽ തീരുമാനം ആവും. ആലുവയിൽ ഒരു തർക്കത്തിന്റെയോ മറ്റ് കൺഫ്യൂഷനുകളുടെയോ ഒന്നും ആവശ്യമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. യു.ഡി.എഫിന്റെ ഷൈജി ജോളി ചെയർപേഴ്സൺ ആകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മരട് നഗരസഭയിൽ യു.ഡി.എഫിന്റെ അജിത നന്ദകുമാറിന് നേരത്തെ തന്നെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തീരുമാനിച്ചിരുന്നു. തൃക്കാക്കരയിലാണ് ഏറ്റവും ശ്രദ്ധേയമായ. തൃക്കാക്കര സാധാരണഗതിയിൽ സീറ്റ് തർക്കങ്ങളും അതുപോലെ തന്നെ ടേം വ്യവസ്ഥയൊക്കെ പറഞ്ഞു വാർത്തയിൽ ഇടം പിടിക്കുന്നതാണ്. പക്ഷെ ഇക്കുറി വളരെ ഐക്യത്തോട് തന്നെ യു.ഡി.എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് നല്ല രീതിയിൽ വിജയം കൈവരിക്കാൻ സാധിച്ചിരുന്നു. തൃക്കാക്കര നഗരസഭയിൽ യു.ഡി.എഫിന്റെ റാഷിദ് ഉള്ളംപള്ളി ചെയർമാനാകും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. പിറവം നഗരസഭയിൽ യു.ഡി.എഫിന്റെ കെ.ആർ. പ്രദീപ് കുമാർ ചെയർമാനാകും എന്നാണ് തീരുമാനമായിരിക്കുന്നത്. അതുപോലെ കുത്താട്ടുകുളത്ത് യു.ഡി.എഫിന്റെ റെജി ചെയർമാനാകും. പറവൂർ നഗരസഭ യു.ഡി.എഫിന്റെ രമേശ് ഡി കുറുപ്പ് ചെയർമാനാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഞാൻ വിട്ടുപോയതാണ്. അങ്കമാലി ചെറിയൊരു അനിശ്ചിതത്വമുണ്ട്. വേറൊന്നല്ല, അങ്കമാലിയിൽ സ്വതന്ത്രരെ കൂടെ കൂട്ടിയാൽ മാത്രമേ യു.ഡി.എഫിന് ഭരണം തുടരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വതന്ത്രരുടെ കൂടി തീരുമാനം അറിയേണ്ടതുണ്ട് ആരാകും ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വരേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അങ്കമാലിയുടെ കാര്യത്തിലും രാത്രിയോടുകൂടി തീരുമാനം ആകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഇപ്പോൾ പെരുമ്പാവൂർ, അതുപോലെ തന്നെ മൂവാറ്റുപുഴ, അങ്കമാലി ഈ 3 ഇടങ്ങളിലാണ് ഇനി ചെയർപേഴ്സൺ ആരാകണം എന്ന കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നത്. ശരി, മൂസന അസുവാണ് വിവരങ്ങൾ നൽകിയത്.